അതേരേ നിങ്ങൾ ലൈവിൽ ഒറ്റ കാര്യം പറഞ്ഞോളി. എങ്ങനെ വെച്ചിട്ടാണെങ്കിൽ ആ കാണുന്ന തട്ടുമല്ലോ, ഈ കാണുന്ന കല്ലും ഫുള്ളായിട്ട് ആ കിണറ്റിലിറക്കി പടവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തരും? അതിനെ കയ്യിൽ ഒറ്റ വാക്കാണ്. അത് ആണുങ്ങൾ തമ്മിലുള്ള വാക്കാണ്. ആ അതിൽ ആ ഷിയാബിനെ കണ്ടീഷൻ എങ്ങനെ വെച്ചാൽ മണ്ണ് മൊത്തം കയറ്റിയിട്ട് പാറ എത്തിച്ചോലു. ഓക്കെ. പിന്നെ ഓർക്ക് കല്ല് പടവ് ചെയ്യാൻ 45 റുപ്യ. എത്രയാണ് പറഞ്ഞത്? ഒരു കല്ലിന് 45 റുപ്യ. അതേ അതിന് വേറെ വേപ്പുണ്ട്. 45 റുപ്യ വെച്ചുകാണ്ട് ഒരു കല്ല് ഈ കിണറ്റിൻ്റെ അടിയിൽ ഇറക്കി പഠിക്കാൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ആർക്കും നഷ്ടം എന്ന് പറയും? നിങ്ങൾക്ക് നഷ്ടം. ചെലവിൽ പെടും, എല്ലാം പെടും. ബിഞ്ചുമേൽ 6-7 കല്ലൊക്കെ ഇറക്കണം. എവിടെ പടവ് തുടങ്ങിക്കാണ്ട് ഏകദേശം 4 പടവായിട്ടുണ്ട്. അപ്പോഴാണ് ആചാര്യ ഇങ്ങനെ പറയണേ. കിണറിൻ്റെ അടിയിൽ പടവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റിലത്തെ ക്ലൈൻറ്റ് ഇറക്കിയിട്ടുള്ള സെക്കൻഡ് കല്ലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേര് തട്ടുകല്ല്. മൂലൊക്കെ പോയിണ്ടാവും. ഈ കല്ലിന് ഒന്ന് വില എത്രയാണെന്ന് വെച്ചിരിക്കണമെങ്കിൽ 45 രൂപ. 45 രൂപ കൊടുക്കാനുണ്ടായിട്ട് പോലും ഇപ്പോൾ ഈ കല്ല് സുലഭമല്ല. കാരണം പാറ കുറവാണ്. ഏതാ കല്ല് സെക്കൻഡ് കല്ല്. ഇപ്പം കല്ലൊക്കെ വരുന്നത് മൊത്തമായിട്ട് കണ്ണൂരിൽ നിന്ന് കേട്ടോ. സൂപ്പർ കല്ല്, മേപ്പാറ കല്ലാണ്. വെള്ളം തട്ടിയാലൊന്നും കേടൊന്നും പോവില്ല. ഓക്കെ. എന്ത് ചെയ്യാ? എനിക്ക് പോയേക്കണോ? ആര്യ ക്ലച്ച് എല്ലാവരും ഇട്ടാ മതി. അറിയാം വേണ്ട സോടാ എന്താ നാക്കല്ലേ? അതേരിയാ ഇതിനു മുമ്പ് വീഗലാൻഡിൽ എങ്ങനെ പോയിട്ടുണ്ടല്ലേ? ആചാര്യ വട്ടം 1 ലക്ഷം കേട്ടോ. ആ വട്ടം കുറച്ചേ കറക്റ്റ് തൂക്കം അറിയാം. ചുമര് പറയും. ആ ചുമരിനെ മറിക്ക വരിക. ഇവിടുന്ന് കാണുമ്പോ തന്നെ സ്റ്റൈൽ മനസ്സിലാവുന്നുണ്ട്. മോട്ടോർ ഓഫ് ആട്ടോ, മോട്ടോർ ഓഫ് ആണ്. 2 കൊട്ട ചീടി മണ്ണ് പടവിന്റെ ബാക്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മോളിന്ന് താഴത്തേക്ക് നിറക്കാൻ വേണ്ടി പോട്ടോ. 4 കോളത്ത് സെറ്റാക്കി. ഇവിടെ പടവിൻ്റെ ഇടയിൽ ചീടി മണ്ണ് ഇടാൻ വേണ്ടി ക്ലൈൻറ്റ് പറഞ്ഞതാണ്. ഞങ്ങളുടെ അഭിപ്രായമല്ല. ഞങ്ങൾ ചില്ലി അതേപോലെ തന്നെ വലിയ മെറ്റലൊക്കെയാണ് ഇറക്കി തരാൻ പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ ക്ലൈൻറ്റ് പറഞ്ഞ് ഏറ്റവും നല്ലത് ചീടി മണ്ണ് തന്നെയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആ സ്ഥിതിക്ക് ട്രെയിൽ 2 കൊട്ട ചീടി മണ്ണ്. ആ തൂക്കം സെറ്റാക്കേ. ഓക്കെ. ഇതാ പോണേ. അതേ ഈ സൈറ്റിൽ നമുക്കൊരു ഒറ്റ അബദ്ധമാണ് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. എന്താണെന്നറിയോ? എല്ലാവരും പറയും കെട്ടിൻ്റെ ബാക്കിൽ എന്തിനാണ് ചീടി മണ്ണ്. ആ ഇതിന് കയറ്റി ചീടി മണ്ണാണിത്. അതാണ് അയക്കുന്ന നടക്കണെന്നുള്ളത്. കുറെ ആൾക്കാർ ചോദിക്കാൻ എന്താ കാര്യമുണ്ട്. അത് മനസ്സിലായി. പക്ഷെ എന്താ ആൾക്കാരെ കമന്റ് പല കോലത്തിലും വരും. ഈ സൈറ്റിലെ ക്ലൈന്റ് എന്നുള്ള ലെവലിൽ നമ്മൾ ആചാര്യ അഭിപ്രായം വെച്ചിരിക്കുകയാണെങ്കിൽ ചില്ലിനെക്കാട്ടിയും കുറവാ ശുദ്ധീകരണത്തിന് പറ്റിയ സാധനങ്ങൾ ഏതറിയോ? മട്ടി, ചീടിമണ്ണ്. അപ്പൊ അതുകൊണ്ട് ഈ കിണറ്റിന്ന് വാരി കോരി കയറ്റി ചീടിമണ്ണ് അങ്ങോട്ട് നടക്കുകയാണ്. ഇനി പണിക്കാരെന്താ ചെയ്യാച്ചാല് ആ സാധനം അടിഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് ഓരോ നേക്കിനനുസരിച്ച് കൊട്ടെടുത്തുകാണ്ട് വേക്കിലോട്ട് നേരം ചെയ്യും. അജയരെ ഞാൻ ശരിക്കും അധ്യാപകനാണ്ടാണോ? ഞാൻ അധ്യാപകനാകണ എൻ്റെ ഇപ്പൊ ഗസ്റ്റില്ലല്ലോ. അയ്യോ 2 കൊട്ടയ്ക്ക് ചേർന്നി ഞാൻ 4 കൊട്ട ട്രെയിൽ വെക്കും. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 8 കൊട്ട വേണ്ടി വരും അല്ലേ? 2 കൊട്ട ചേർന്നിക്കാണെങ്കിൽ കെട്ടിന്റെ വേക്കിൽ ഏകദേശം ഒരു 6 ഇഞ്ചിന്റെ ഗ്യാപ്പേ വരുന്നുള്ളൂ. ഇനി കല്ല് സറ്റല്ലേ? കയ്യൊക്കെ അങ്ങനെ തന്നെ. ട്രെയില് 4 കല്ലാട്ടോ. അടയ്ക്കണി ഒരു കല്ലിന്റെ നീളം 33 സെന്റിയാണ്. 33 എത്ര ഉണ്ടാവും അറിയോ? 66, 70 നീളം. അതേപോലെ തന്നെ ട്രെയിനിന്റെ വീതി പറഞ്ഞാണെങ്കിൽ 40 50 വീതി. 70-50 ട്രെയില് 4 ചെങ്കൽ ഇറക്കുന്നുണ്ട്. വേണമെങ്കിൽ 6 വരെ ഇറക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ക്ലൈന്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ മക്കളെ എൻ്റെ സൈറ്റിൽ ഒരിക്കലും അനാവശ്യമായിട്ട് ധാരാളം കല്ല് അതിൽ ഇറക്കണ്ടെന്ന് പറഞ്ഞു. അത് പ്രമാണിച്ചാണ് ഞങ്ങൾ 4 കല്ല് ഇറക്കണേ അല്ലേ? സൂപ്പർ കല്ലാട്ടോ. അയ്യോ 3-ാമത്തെ കല്ല് വെച്ച് 4-ാമത്തെ കല്ല് കൈ ശ്രദ്ധിക്കണേ. അപ്പോൾ അതിന് ആ കല്ല് അടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈറ്റിലെ
കിണറിൻ്റെ അടിയിൽ പടവിൻ്റെ ബാക്കിൽ നിറയ്ക്കാൻ ചീടി മണ്ണ് മാത്രമല്ല ഇറക്കുന്നത്, കുറേ മുറി പൊട്ടുകല്ലുംപാടെ ക്ലെയിൻറ്റ് ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സംഭവമാണ് ഈ കാണുന്നത്. അത് എത്ര ഡയലോഗ് ഓക്കെ മേക്കല്ലേ. ഇത് ചിന്ന കൊട്ടയിൽ നിറച്ചുകാണ്ട് ഇവിടെ വലിയൊരു പൊലം കട്ട കൊണ്ടുവന്നിന്, പൊലം കൊട്ട. ഈ കൊട്ട തമിഴ്നാട്ടിലേക്ക് ആൾട്ടോ കാറ് വിളിച്ചുകാണ്ട് അവിടെ പോയി വാങ്ങിയ കൊട്ടാണ് ഈ കാണുന്നത്. ഈ കൊട്ടക്ക് ഒന്നിന് വരുന്ന വില എത്രയെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 3500. സൂപ്പർ കൊട്ടയാണ്. ഏകദേശം ചിന്ന കൊട്ടൻ്റെ 6 ലോഡ് മണ്ണ് ഈ കൊട്ടയിൽ കയറും. ഞാൻ പറഞ്ഞ സത്യമല്ലേ അജയരെ? ഞാൻ ഈ വീഡിയോ കൂടി സത്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് മൊത്തം ഉണ്ടാണ് ഞാൻ കുറച്ച് ടൊമാറ്റോ സേഫ്റ്റിയാണ്. കാരണം എന്താ അറിയോ, കൊട്ടക്ക് ഹൈറ്റും പിടുത്തൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരു ചിന്ന കല്ല് പോലും അതിന് താഴത്തേക്ക് പോവില്ല. ഇവിടെ വേറെ സാധനം വന്നിട്ടുണ്ട്. അയ്വാ 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 ബേസ് 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 മോനെ വേറെ ലെവല്. ഇതാണ് ഓപ്പറേറ്റർ റപ്പാനി. ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 4 നില കേട്ടോ, 4 നില. ഓപ്പറേറ്റർ റപ്പാനി. ഇതാ പണി ഇതാ പണി ഇതാ പണി. ഒന്ന് മാറിട്ടോ, ഒന്ന് അടിയിൽ മാറിക്കുക. ഏകദേശം 4 ചെറിയ കൊട്ട നിറച്ചും തട്ടുമുട്ട് കല്ലുകളാണ് കോയമ്പത്തൂരത്തെ ഒരു വലിയ കൊട്ടയിൽ കിണറ്റിൻ്റെ അടിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നേക്ക് പരിപാടി അങ്ങോട്ടൊക്കെയാണ്. ഏതാ ഒട്ടെന്ന് അറിയാം. സൂപ്പർ പണിയാണ്. അയ്യവ അടിക്ക് വാങ്ങിച്ച് ഇങ്ങോട്ടാണ് ശരി. നിങ്ങളെന്താ കാരണമല്ലേ പറഞ്ഞത്? കണ്ടമാനല്ലേ? ഇനി എന്താ വേണ്ടി? ചീടി വേണോ കല്ല് വേണോ? ചീടി വേണ്ടി. ഈ കിണറ്റിന്ന് കയറ്റിയ ചീടിയാണ് ആ കാണുന്നത് മൊത്തമായിട്ട്. അവിടുന്ന് കൊട്ടക്ക് വാരി കൊണ്ടുവന്നുകാണ്ട് ട്രെയിൽ വെക്കുക കേട്ടോ. ഒക്കെ കാണിച്ചു തരാണ്. നമ്മുടെ നാട്ടിൽ ഓരോ സൈറ്റിൽ ഓരോ ടൈപ്പ് പണിക്കാരും പണികളും 2 വെച്ചിട്ടുണ്ട്. ഓപ്പറേറ്റർ നോക്കിയാണ് വീണ്ടും കാണിച്ചു തരാണ്. ഏയ് ആ കൈമേലുണ്ട് ബട്ടന്. അതാണ് മംഗ്ലീഷ് ബിഞ്ച്. ഈ ബിഞ്ചിൻ്റെ എൻഡിൽ ഒരു അഡ്ജസ്റ്റബിൾ കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നുണ്ട്, ക്രെയിന് പോകണ മാതിരി. അപ്പോൾ എന്താണ്, റോപ്പ് പെട്ടെന്ന് കേടുവരില്ല. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കാണുന്നത് അണ്ടർ ഗ്രൗണ്ടാണ്, വണ്ടിക്ക് നിർത്താൻ പറ്റിയ. കല്ല് മുട്ടിയൊക്കെ ഇറക്കുന്നത് ഇവിടെ നിന്നാണ്. ബിഞ്ച് വെച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ് കേട്ടോ. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് നില, അവിടെയാണ് കൊളുത്തി. തൂക്കം സെറ്റ്, തൂക്കം സെറ്റ്. ഞാൻ അടുത്ത എന്താ വണ്ടി? അത്രേ ഉള്ളൂ. ചീടി വേണ്ട വേണ്ടാന്ന് ക്ലൈന്റിനോട് നമ്മൾ കുറെ വട്ടം പറഞ്ഞിട്ട് മൂപ്പർ സമ്മതിക്കണില്ല. മൂപ്പർ എന്താ പറഞ്ഞാറിയോ, ആരാ വൈകുന്നേരം ഞങ്ങൾക്ക് കൂലി തരുന്ന ചോദിച്ചു. ഞാനാണോ ഈ അങ്ങാടിത്തെ ആൾക്കാരാണോ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു ആചാര്യ നിങ്ങളാണ് പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞ കേട്ടാ മതി പറഞ്ഞു. ലെവലില് ഇറക്കിക്കൊണ്ടിരിക്കാണ്. ഏതാ പണി? നിങ്ങൾ നാളെ ലീവാണെങ്കിൽ റോപ്പ് മാറ്റണ്ടോ? നാളെ നീ ലീവാക്കണ്ടല്ലേ, കണ്ടിന്യൂ എടുക്കല്ലേ? അപ്പൊ ആ കിണറിന്റെ അടിയിലേക്ക് നോക്കുമ്പോഴേ നമുക്ക് തോന്നും ഇതിൽ 2-3 വരുമ്പോഴേ കെട്ടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ മുട്ടിപ്പോകുന്നുള്ളത്. അതൊന്നല്ല കേട്ടോ, കണ്ടമാനം ഗ്യാപ്പ് ഉണ്ട്. ഏകദേശം ഈ 18 വരി ചെങ്കലിൽ പഠിക്കാണ്ട്, എന്നാലാണ് ആ മുകളിലെത്തുള്ളൂ. 18 വരി. ഇപ്പം 6 വരി പഠിച്ചിട്ടുള്ളൂ. കാരണം പടവ് ചെയ്യണ സുഖമാണ്, പക്ഷെ പടവ് ചെയ്താൽ മാത്രം പോലെ. ഇടയ്ക്കിടയ്ക്ക് 2 വരി ആകുമ്പോഴത്തേനില്ല, 1 വരി ആകുമ്പോഴത്തേന് എൻ്റെ ബാക്കിൽ കല്ലുമുട്ടും ചണ്ടിയും ചപ്പറൊക്കെ നിറച്ച് കണ്ട് പാക്ക് ചെയ്യണം. അതിനാണ് ടൈം ഒരുപാട് പോണത്. എന്തായാലും ഞങ്ങളെ പണി സൂപ്പറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പടച്ചോനെ എത്രമാതിരി സാധനം വരുന്നത്. പണിയാവോ? ഒന്നും ആവില്ല. അതാണ് ബിഞ്ചിന്റെ ഉപകാരം. ഈ ബിഞ്ചിന്റെ ഓപ്പറേറ്ററും ആണെങ്കിൽ 2 വാക്ക് ബിഞ്ചിനെ പറ്റി പറഞ്ഞുതരും. നിങ്ങളെ അഭിപ്രായത്തിൽ ലാഭല്ലേ? ഈ ഒരു ബിഞ്ച് ഒരാളെ പണിയെടുക്കൂലേ? 2 പണിയെടുക്കണ്ടല്ലേ? മറ്റേ നമ്മൾ ഉരുള് വെച്ച് വലിക്കുകയാണെങ്കിൽ ആളെ കഥ കഴിയും. ഉരുള് വെച്ച് വലിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ മൂത്രമൊഴിച്ചാൽ പോകേണ്ടി വരും. എന്തേ? 3 ആൾ മുകളിൽ വേണം. ഇത് ഓപ്പറേറ്റിംഗ് ഒരാളുള്ളൂ. എന്തായിരുന്നു സെറ്റ് 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 പടാപ്പടി തീരുണ്ടല്ലേ? എത്ര സാധനം നോക്കിയാണ്. കൊട്ടൊക്കെ പക്ക ലെവലിൽ കാണാം കേട്ടോ.
ഓക്കെ. ഇഞ്ചിന് 4 കൊളുത്തുണ്ട്, 3 കല്ലാണ് പറക്കിക്കൊണ്ട് നിൽക്കുന്നത്. 4ാമത്തെ കല്ല് ഇറക്കേണ്ട ആവശ്യമില്ല. കാരണം മാറിക്കാളിയാ. ഓക്കെ, സെന്റർ കിണറ്റിന്റെ മോനെ 3 കല്ല്. ഏതാ നെപ്പ്? അസുഖ സിമെന്റ് വെച്ചിട്ടുണ്ടോ? പഠിക്കാൻ തോന്നുക. ഇതാ പോണി ഇതാ അത് ഇറങ്ങിക്കൊണ്ടിരിക്കണ്ടേ. അടുത്തത് ട്രൈ തന്നെ കേട്ടോ. ഫടാഫട്ട് പണി സൈറ്റിൽ, ഫടാഫട്ട് പണി. 4 കല്ല് പക്കാ സെറ്റല്ലേ? ഞാൻ അടുത്ത കല്ല് വെക്കുമ്പോൾ കൈ നോക്കണേ. കറക്റ്റാണത്, ഏവുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് അവിടെ കല്ല് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കിണറിൻ്റെ ഉള്ളിൽ കാണാൻ അമ്മാ ലുക്കാന്നറിയാം. ആര്യ ഈ കിണറിലെ കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വെള്ളം വറ്റിക്കാൻ കഴിഞ്ഞില്ല. വെള്ളത്തിലിട്ടുകാണ്ട് കമ്മട്ടം കെട്ടിക്കാണ്ട് ആ ലെവലിൽ കൊണ്ടുവരുന്ന സംഭവം കേട്ടോ. പിന്നെ പടവിൻ്റെ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മെയിൻ നാളത്തെ ശ്രീധരേട്ടനാട്ടോ. കല്ല് തന്നെ. അപ്പൊ സംഭവം റെഡി. ആ ലെവലിൽ എങ്ങനെ കയറി വന്നു കണ്ട് ആ ചുമൽ മുട്ടും. ഈ സംഭവം നേക്കാല്ലേ ഈ ഫ്രെയിം സാറല്ലേ? കല്ല് കിണർ കെട്ടാൻ വേണ്ടി ഇഷ്ടംപോലെ ഉറക്കൊന്നും ഇവിടെ എടുക്കാത്തതാണ്. കാരണം എന്താ അറിയോ, മണ്ണ് വരാൻ ആളില്ല. ആരെടുക്കുക? ഇജ്ജ് ഉത്തരവാദിത്തം എടുക്കുവോ? അനക്കാണ്ട് തരുക തരും. എല്ലാം നാളെ വെള്ളം പറ്റിക്കേണ്ടി വരില്ലേ? ഇപ്പം ക്ലീൻ ആക്കണില്ലല്ലോ. എന്റെ അഭിപ്രായത്തില് നേരം കൊടുത്തിട്ട് 2 കയറി വന്നാണ്ട് വെള്ളം പറ്റിക്കേണ്ടി വരുന്ന തോന്നുന്നു കേട്ടോ. അല്ലേ വൃത്തിയല്ലേ? പിന്നെ നിങ്ങളിപ്പോ ചെയ്യണമെന്ന് വെച്ചാൽ ആ പടവ് നേരെ കൊണ്ടുപോയിക്കൊണ്ട് ആ ലാസ്റ്റ് മുട്ടിച്ചില്ലേ, അവിടെ പോയിന്റ് ആണ്. മൊത്തം എത്ര വരി പഠിത്ത്? എത്ര വരി പഠിത്ത് മൊത്തം? 23 വരി. അതായത് 2.5 ദിവസം കൊണ്ടല്ലേ. ആ പടവിന്റെ ബാക്കില് ചീടി മണ്ണിന് പകരം ചില്ലി ആണെങ്കിൽ സംഭവം സെറ്റല്ലേ. മൂപ്പര് പറഞ്ഞോണ്ടല്ലേ നമ്മൾ അങ്ങനെ എടുത്തത്. നല്ല ഉഷാറൊക്കെ അടച്ചാളി. ഹൈറ്റ് എവിടുന്നോണ്ടെന്ന് എനിക്ക് നാളെ പണിന്റെ ബസ്സോക. ഇവനെങ്ങനെ എന്താ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ നാളെ പണിണ്ടാവും. ഹൈറ്റ് എവിടെ തട്ടി? ഓ, ബൈക്കിനുണ്ടോ മാത്രമല്ലേ ഉള്ളൂ.